عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه ونيب. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും കാരുണ്യവാനായ പടച്ചുറബ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാം എവിടെയെല്ലാം വെച്ചുകൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടോ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു ദിവസം പോലും മുടങ്ങാതെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് മറ്റുള്ള ജനങ്ങളിലേക്ക് ദഅവത്തായി എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന സമയം ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലങ്ങൾ കണ്ടുകൊണ്ട് മരിക്കുവാൻ കാരുണ്യവാനായ പടച്ചുറബ് നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അൻ അബി ഉമാമത്ത റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യഖൂലുല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്നു ആദം വഹതസബത് ഇൻദ സദഖത്തിൽ ഊല ലം അർളലക സവാബൻ ദൂനൽ ജന്ന. മഹാനായ അബു ഉമാമ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹു പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വിവരിക്കുകയാ, മനുഷ്യ, നീ എന്തെങ്കിലും സാധനം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ആദ്യത്തെ പ്രാവശ്യം തന്നെ ക്ഷമിക്കുകയും പ്രതിഫലത്തെ ആഗ്രഹിക്കുകയും ചെയ്താൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ അവിടുന്ന് കുറ്റം പറയുകയോ അല്ലെങ്കിൽ ആ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ വേദനിക്കുകയോ ചെയ്യാതെ ആ ഒരു സാധനം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ആദ്യത്തെ പ്രാവശ്യം തന്നെ ഇത് റബ്ബിൻ്റെ തീരുമാനമാണ് എന്ന് ഓർത്തുകൊണ്ട് ക്ഷമിക്കുകയും പ്രതിഫലം കിട്ടണമെന്ന് നീ ആഗ്രഹിക്കുകയും ചെയ്താൽ ഞാൻ നിനക്ക് സ്വർഗത്തെക്കാൾ കുറഞ്ഞ ഒരു പ്രതിഫലത്തെ തൃപ്തിപ്പെടുന്നതല്ല എന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ. സ്വർഗമല്ലാതെ വേറൊരു പ്രതിഫലം അവിടെ നിന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം നിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു പ്രയാസം, എൻ്റെ പ്രിയപ്പെട്ടവർ, അതാണ് ആ പ്രയാസത്തിൽ ക്ഷമിക്കുമ്പോൾ അതിന് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത്രയ്ക്കും വലിയ പ്രതിഫലമാ. അൻ അബി മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ അൻഫഖ الرجل عن على اهله يحتسبها فهو له صدقه. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്, അബൂ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ആരെങ്കിലും അവൻ്റെ കുടുംബത്തിൻ്റെ മേൽ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ചിലവ് ചെയ്താൽ ആ ചിലവ് ചെയ്യൽ കാരണമായി അവന് സദക്കയുടെ പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മ നേടിയെടുക്കാൻ ഇതിനെക്കാരും സ്വന്തം കുടുംബത്തിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തു അവർക്ക് വേണ്ടി ചിലവ് ചെയ്യുന്നതിന് പോലും സദക്കയുടെ കൂലിയുണ്ടെന്നാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നക ലം തുൻഫിഖു നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹല്ലാഹ് ഇല്ലാ ഉജിർത അലൈഹാ ഹത്താ മാ തജഅല ഫീ ഫമി ഇംറഅതിക. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താൻ നീ എന്ത് ചിലവ് ചെയ്താലും തീർച്ചയായും നിനക്കതിൻ്റെ പ്രതിഫലമുണ്ട്. അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നീ എന്ത് ചിലവ് ചെയ്താലും തീർച്ചയായും നിനക്കതിൻ്റെ പ്രതിഫലം നൽകപ്പെടുന്നതാ. നീ നിന്റെ ഭാര്യയുടെ വായിൽ എന്തെങ്കിലും വെച്ചു കൊടുക്കുന്നതിൻ്റെ പേരിൽ പോലും നിനക്ക് അല്ലാഹു പ്രതിഫലം നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട ഭാര്യയുടെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനു പോലും പ്രതിഫലമുണ്ടെന്നാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കാരണം നമുക്ക് നന്മകൾ വാരിക്കൂട്ടുവാൻ, നന്മകൾ നേടിയെടുക്കാൻ കഴിയുന്ന അവസരങ്ങൾ നാം പാഴാക്കുന്നു, നാം അത് പരിഗണിക്കുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവർ, അത്രയും ഭാര്യയുടെ വായിൽ ഭക്ഷണം വെച്ചു കൊടുത്താൽ അതിനുപോലും നിനക്ക് കൂലി തരുന്ന ഒരു പരിശുദ്ധമായ ദീന്, ആ ദീനിനെ മനസ്സിലാക്കാൻ നമ്മളിൽ പലർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, നമുക്ക് എങ്ങനെയാണ് പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുക? അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല
تعالى عنهما قال قال رسول الله صلى الله عليه وسلم إن الله لا يرضى لعبده المؤمن إذا ذهب في سيفه بالسفيه من أهل الأرض فصبر واحتسب وقال ما أمر به بالثواب دون الجنة. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റബ്ബുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹു തആല മുഅ്മിനായ ഒരു ദാസന് പ്രിയപ്പെട്ട ഒരാളെ തിരിച്ചു വിളിക്കുകയും അവൻ അതിൻ്റെ പേരിൽ ക്ഷമിക്കുകയും പ്രതിഫലം ആഗ്രഹിക്കുകയും കൽപ്പിക്കപ്പെട്ട കാര്യം പറയുകയും ചെയ്താൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളെ അള്ളാഹു മരിപ്പിക്കുകയാ. അത് പടച്ച റബ്ബിൻ്റെ തീരുമാനമാണ്. മരണം എല്ലാവർക്കും വരുന്നതാണ്. അപ്പോൾ ആ ഒരു മരണത്തിൻ്റെ പേരിൽ നാം ക്ഷമിച്ചു, എന്നിട്ട് നാം അള്ളാഹു നമ്മളോട് കൽപ്പിക്കപ്പെട്ട കാര്യം പറഞ്ഞാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതാണല്ലോ ഒരു മരണവാർത്ത കേൾക്കുമ്പോൾ നാം പറയേണ്ടത്. അള്ളാഹു തആല അവന് വേണ്ടി സ്വർഗത്തെക്കാൾ കുറഞ്ഞ ഒരു പ്രതിഫലവും തൃപ്തിപ്പെടുന്നതല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഇഷ്ടപ്പെടുന്ന ഒരാളുടെ മരണസമയത്ത് അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് നാം ഇന്നാ ലില്ലാഹി പറയുന്നതിലൂടെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗത്തെക്കാൾ കുറഞ്ഞ ഒരു പ്രതിഫലം കിട്ടുന്നില്ല എന്നാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കാരണം ഏത് രീതിയിലൂടെയും നമുക്ക് നന്മ നൽകി നമ്മളെ എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് കടത്തിവിടാനുള്ള എന്തെല്ലാം വഴികളുമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്ന പിഴവുകൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളിൽ ശ്രമിച്ചുകൊണ്ട് ജീവിക്കുവാൻ, അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തി ജീവിക്കുവാൻ കാരുണ്യവാനായ പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. സന്തോഷവും സമാധാനവുമുള്ള ജീവിതം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദുആയിൽ ഈ സാധുവായി എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ മറക്കാതെ ഉൾപ്പെടുത്തണം, ദുആ ചെയ്യണേ എന്നുള്ള വസിയ്യത്തോടെ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.